നമ്മുടെ പാലക്കാട് നെന്മാറ ഭാഗങ്ങളിൽ പോകുന്ന ഒരു ഫീല്. സോ ഇവിടെ മീറ്റ് കട്ട് ചെയ്യുന്നുണ്ടല്ലേ. എനിക്ക് 1 കിലോ നൈസ് ആയിട്ടുണ്ട്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ഡ്രീംസ്. നോയിഷലായതിന് പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഇവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നമ്മുടെ സുഹൃത്തുക്കളൊപ്പം കുറച്ച് മീറ്റ് മേടിക്കാൻ പോകുന്നു. മീറ്റ് മേടിക്കാൻ പോകുന്നതിൽ എല്ലാത്തിനുപരി ഒരു കണ്ടൻറ്റ്, അത് മാത്രമല്ല ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പോകുന്ന വഴിയും കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. കാണാം. എന്തായാലും സബ്സ്ക്രൈബ് മറക്കണ്ട കേട്ടോ, ഷെയർ ചെയ്യാൻ മറക്കണ്ട. സോ നമ്മളിത് പോട്ടെ എന്തായാലും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ മീറ്റ് മേടിക്കാൻ പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പിലൊന്ന് കയറി പെട്രോൾ അടിക്കുകയാണ് കേട്ടോ. ഓക്കെ, യു കെയിലെ പെട്രോൾ പമ്പിൽ യു കെയിൽ മാത്രമല്ല, ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ തന്നെയാണ്, സെൽഫ് സർവീസാണ്. ഇവിടെ പോവുക, കാർഡിൽ പോവുക, കാർഡ് കൊണ്ട് നമുക്ക് അടിക്കാം, കാർഡ് പേ ചെയ്യാം, എത്ര വേണ്ട വെച്ച് കൊടുക്കുക. ഓക്കെ, പക്ഷെ പൈസ കട്ടാവുന്നത് വൈകുന്നേരമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇന്ന് വൈബാണ്. നമ്മുടെ സുഹൃത്തുക്കൾ ഇന്നിപ്പോൾ 2 പേരേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ടാവേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പെട്രോൾ പമ്പ് കേട്ടോ. ഓക്കെ, സോ ഇതാണ് പെട്രോൾ പമ്പ്. നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പോട്ടെ, എന്തായാലും ട്രിപ്പ് പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ പതിയെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇല്ലെങ്കിൽ ഉള്ളേരിയയിലേക്ക് പോകുന്നു. അതിൻ്റെ മനോഹാരിത നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സ്ക്രീനുകളിലൂടെ ലഭിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അറിയാം, ഈ മെയിൻ ഇംഗ്ലണ്ടിലെ സിറ്റികൾ കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ, ലണ്ടൻ, അങ്ങനെയുള്ള മെയിൻ സിറ്റികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അങ്ങനെ മെയിൻ സിറ്റികളുണ്ടല്ലോ ഒരുപാട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ പ്രദേശങ്ങളും ഏകദേശം ഇതേപോലെ കുന്നും മലകളും മലഞ്ചെരുവുകളും പുൽമേടുകളും ഫാമുകളും ഇതേപോലെ തടാകങ്ങളൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് പോകാനായിട്ട് പറ്റുമല്ലോ. എന്തായാലും പൊളി വൈബാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മളത് യോർക്ക്ഷയറിലേക്കാണ് കേട്ടോ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി നാടൻ ബീഫ് മേടിക്കാൻ വേണ്ടി, ബ്ലർ ചെയ്തിരിക്കുക കാണില്ല, അപ്പോൾ അടിപൊളി നാടൻ ബീഫ് മേടിക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ. ഇപ്പോൾ ഇവിടെ നമുക്ക് ലോക്കൽ യു കെയിലൊക്കെ കിട്ടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പശുവാണ് ഞാൻ എടുക്കുന്നത്, പശുവാണ് കിട്ടുക. അപ്പോൾ ഇവിടെയുള്ള ബീഫ് എല്ലാം എന്നാണ് പറയുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ അത് മേടിക്കാൻ വേണ്ടി പോകുന്നത്. ഏകദേശം 3 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ, ജസ്റ്റ് ഫോർ വൈബ്, വേറെ ഒന്നുമല്ല. അപ്പോൾ നമ്മളിതിപ്പോൾ തൽക്കാലം ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. സോ നമ്മൾ മൂത്രമൊഴിക്കാൻ പോകുന്നത് അറിയാമല്ലോ എവിടെയാണെന്ന് കണ്ടില്ലേ, നമ്മുടെ മെഗ്ഡി. ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഇത്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. അവിടെ നമ്മൾ യാത്ര തിരിച്ചു. നമുക്ക് ഏകദേശം ഈ പ്രദേശങ്ങൾ കാണുമ്പോൾ പാലക്കാടിലെ ചില ഗ്രാമപ്രദേശങ്ങൾ, നെന്മാറ പോലെയുള്ള സ്ഥലങ്ങൾ ഓർമ്മ വരും. കാരണം എൻ്റെ വീടിൻ്റെ അടുത്താണല്ലോ, എനിക്കതൊക്കെ ഓർമ്മ വരുന്നു. ഈ വയലുകളും കുന്നിൻ ചെരുവുകളും മലഞ്ചെരുവുകളും ഇതെല്ലാം നമ്മുടെ നാടുമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും. കാരണം ഇതെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഏകദേശം നമ്മുടെ നാട് പോലെ തന്നെയാണ് ഈ നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ ഔട്ട്സ്കേർട്സ്. നല്ല രസമാണ് കാണാനും. ചെറിയ ഗ്രാമപ്രദേശങ്ങളും അതേപോലെ തന്നെ അവിടെ ചെറിയ കടകളും, അതേപോലെ വൈബാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് നമ്മൾ പോകുന്നത് ഇത്രയും ഏകദേശം ഒരു 100ഓളം മൈൽസ് വൺ വേ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ പോകുന്നത്, നിങ്ങൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ചിരിക്കും, നമ്മൾ ബഫല്ലോ മീറ്റ് മേടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. മീറ്റിനെല്ലാത്തിനുപരി ഇതേപോലുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ഒരു ഇതിൻ്റെ പുറകിലുള്ള ശുഷ്കാന്തി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് മാത്രമല്ല, എൻ്റെ സുഹൃത്തുക്കളുടെ ശുഷ്കാന്തി അത് തന്നെയാണ്. കാരണം നല്ല ഏരിയകളാണ്, ഇതെല്ലാം കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വന്നത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണുമ്പോൾ പലതും നമ്മുടെ നാടുമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നാട് മിസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിലെ ഔട്ട്സ്കേർട്സിലൂടെ ഒരു കാർ എടുത്തിട്ടൊന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല സംഭവമാണ് കേട്ടോ. എന്തായാലും ഇപ്പോൾ നമ്മളിതേ പതിയെ നമ്മൾ ഫാം ഹൗസിനകത്തേക്ക് കയറുവാണല്ലോ. ഏകദേശം 300 ഏക്കർ നിവർന്ന് കിടക്കുന്ന ഫാം ഹൗസാണ്. ഒരുപാട് ആടുകളും പോത്തുകളും കോഴി അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇവരുടെ ഫാം ഹൗസിലുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാനും മീറ്റ് മേടിക്കാം, ഇവരെല്ലാവരും മീറ്റ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശകരാണ് അവർ. ഒരുപാട് മലയാളികൾ ഏരിയയിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയ ഒരു ഫാം ഹൗസ്, തീർച്ചയായിട്ടും വലിയൊരു ഫാം ഹൗസാണ്. ഇതിനകത്ത് ഒരുപാട് ഇതേപോലെ പശു, ആട്, കോഴി, അതുപോലെ തന്നെ പട്ടി അടക്കം ഫ്രണ്ടിൽ തന്നെ വരവേറ്റുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ കൊച്ചു ഫാം ഹൗസിൻ്റെ വിശേഷമാണ് നമ്മൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മറ്റുള്ളവർക്ക് അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഫിഷ് ഫോർ സെയിൽ കൊടുത്തിട്ടുണ്ട്. നോക്കി ഫിഷ് ഉണ്ടോ അതിനകത്ത്? ഉണ്ടോ? ഇല്ല,
അപ്പുറത്ത് എഴുതിച്ചിരിക്കുക അവർ. ഫിഷൊന്നുമില്ല. അടിപൊളി പാർക്കാട്ടോ. 300 ഏക്കറോ? ഷീറ്റ് ഒരു സിംഗിൾ ഓണർ നിൽക്കുന്ന ആ പോകുന്ന പുള്ളി അല്ലേ? കട്ട് ചെയ്യുന്നത് ആ കളി അതിനെ പോയി പുള്ളി പോയി അപ്പുറത്ത് നിൽക്കുന്ന പുള്ളി കളിക്കും. അതെ അതെ. ആ വീട് ഇതാണ് അല്ലേ? ഫാം ഹൗസ്. ഇതാണ് ഫാം ഹൗസ് ഗൈസ്. അപ്പോൾ ഒരു ഫാം ഹൗസ് ടൂർ കൂടിയാണ്. നമ്മളിവിടുന്ന് ഫാം ഹൗസ് ഒന്ന് കുറേ കാര്യങ്ങൾ മേടിക്കണം. അതുപോലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഒരു അടിപൊളി ഫാം ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ലാത്ത ഫാം ഹൗസ്. 300 ഏക്കർ അല്ലേ? ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പോയി നമുക്ക് നോക്കാം. നമുക്ക് ഓർഡർ ചെയ്തിട്ട് പതിയെ എന്തൊക്കെ കൃഷിയുണ്ട് തോന്നുന്നു അല്ലേ അവർക്ക്? ഒത്തിരി കൃഷിയുണ്ട്. ബഫലോയ്ക്ക് ആവശ്യമായിട്ടുള്ള പുല്ല് കാര്യങ്ങളും ഒത്തിരി കൃഷിയുണ്ട് അല്ലേ? മെയിനായിട്ട് മീറ്റാണോ അവർ സെല്ല് ചെയ്യുന്നത് തോന്നുന്നു അല്ലേ? നീണ്ടു കിടക്കുന്ന 300 ഏക്കർ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കാം. എൻ്റെ പൊന്നോ, ഇതാണ് അവരുടെ വീട്. സിംഗിൾ ഓണറാണ്. വല്ല ഇനിയിപ്പോൾ ഇതില്ല ചോദിക്കും വല്ല പണി കിട്ടുമോ ചേട്ടാന്ന് ചോദിക്കും ഇതിനകത്ത് ഒരുപാട് പേര്. ആരാ? ടോമിയോ? പട്ടിയ? എവിടെ? അയ്യോ, ടോമിയുടെ കടി കൊള്ളേണ്ടി വരുമോ? അങ്ങനെ ഈ ഫാമിൽ വന്നപ്പോൾ ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ കണ്ടു കേട്ടോ. കോഴിയൊക്കെ ഇത്ര വലിയ കാണാനല്ലേ. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്കിത് വലുതായിട്ട് തോന്നും. ഇതിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന കോഴീനെ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഫാമിൽ ഉള്ള സാമഗ്രികൾ കാര്യങ്ങൾ ഒരു പറ്റം ആട്ടിൻകൂട്ടങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് ബഫലോസ് നിൽക്കുന്നുണ്ട്. ഇതിനെ കൊല്ലാൻ വേണ്ടി എടുത്തിരിക്കില്ല പാവങ്ങൾ. തൊഴുത്താണോ തോന്നുന്നത്? ആണല്ലേ? ആ കൊല്ലുന്ന സ്ഥലമല്ലേ അത്? മെഷീൻ വെച്ചിട്ടാണ് കൊല്ലുന്നത് അല്ലേ? ഇവിടെ മെഷീൻ വെച്ച് കൊല്ലുന്നു. ഇലക്ട്രിക്കൽ അല്ലേ? ഓക്കെ. ബൈക്ക് വരാനുള്ള ചാൻസ് ഇല്ല നമുക്ക്. വളരെ സേഫായിട്ടാണ്. ഇതാണ് ഗൈസ് ഫാം ഹൗസ്. പൊളിയായിട്ടുണ്ട്. ഗോതമ്പല്ലേ പടം? ഗോതമ്പല്ലേ? നീണ്ടു നിവർത്ത് കിടക്കും അത് പാടങ്ങളെ. ഒരു രക്ഷയില്ല. അവിടെ പാലക്കാട് നെന്മാറ ഭാഗങ്ങളിൽ പോകുന്ന ഒരു ഫീല്. പാലക്കാട് നെന്മാറ കാഴ്ചകൾ. നിങ്ങൾ വിചാരിക്കട്ടെ ഇതൊക്കെ എന്താ എത്ര വലിയ കാര്യമൊന്നുമില്ലേ? നമ്മൾ 2-3 കുറച്ച് വർഷങ്ങളായില്ലേ പുറത്ത് വന്നിട്ട്. ഇതൊക്കെ കണ്ടിട്ടും ഞാൻ വരാൻ അങ്ങോട്ട് വരാം. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടൊന്നും മാസങ്ങളായി. അത് മാത്രമല്ല ഇവിടെ സ്മെല്ലില്ലേ, ഈ ചാണകത്തിൻ്റെയും സ്മെല്ലുകൾ. അതായത് ചാണകം നമ്മുടെ ഒരു ഫാമിലി വീട്ടിലൊക്കെ തൊഴുത്തിലൊക്കെ പോകുമ്പോൾ ഒരു സ്മെല്ല് കാണില്ല. ആ സ്മെല്ലൊക്കെ ഇവിടെ കിട്ടുമ്പോൾ വർഷങ്ങളിൽ ശേഷം കിട്ടുമ്പോൾ ഒരു പൊളിയാണ്. ശരിക്കും നമ്മുടെ നാട്ടിൻ പ്രദേശത്തൂടെ നടക്കുന്ന ഫീല്. ആ നാട്ടിൻ പ്രദേശത്തിൽ നമുക്കറിയാമല്ലോ, ഓരോരോ വീട്ടുകളിൽ ചെല്ലുമ്പോഴും പശു തൊഴുത്തുകളും അതേപോലെ ആ ഒരു വൈബാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. നീണ്ടു നിവർന്ന് കിടക്കുന്ന ഫാമാണ്. ഇന്നെന്തോ കഷ്ടകാലത്തിന് നമുക്ക് ഈ ഫാം ടൂർ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കാണുന്ന കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഫാം ടൂറൊക്കെ ഉണ്ടായിരുന്നു, അത് സാധിച്ചില്ല. ഇപ്പോൾ ഇതാണ് നമ്മൾ മേടിക്കാൻ വന്ന ബഫലോ കേട്ടോ. ഇന്ത്യൻ ബഫലോ എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ അതേ പോത്ത് ബാക്കിയുള്ള എവിടെയൊക്കെ കിട്ടുന്ന ഈ മീറ്റല്ല എന്നാണ് പറയുന്നത്. ഈ മീറ്റ് വേണമെങ്കിൽ ഇവിടെ തന്നെ വരണം എന്നൊക്കെയാണ് പറയുന്നത്, ഇല്ലെങ്കിൽ ഓർഡർ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. അറിഞ്ഞുകൂടാ. എന്തായാലും വൈബാണ്. അതിനുവേണ്ടി നല്ലൊരു അറ്റ്മോസ്ഫിയർ അവർ ക്രിയേറ്റ് ചെയ്തിട്ടാണിത് ചെയ്യുന്നിരിക്കുന്നത്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്തായാലും. സോ ഇവിടെ മീറ്റ് കട്ട് ചെയ്യുന്ന കണ്ടില്ലേ? ഓക്കെ, നമ്മൾ ചോദിച്ച സാധനമാണ് തരുള്ളൂ കേട്ടോ. ഇത് ബഫല്ലോ ആണ്. മറ്റ് മീറ്റുകളൊന്നും ഇതിനകത്തേക്ക് ഇരുന്നില്ല കേട്ടോ. ബഫല്ലോ കട്ട് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് തരും കേട്ടോ. അതിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഇവിടെ ലഭ്യമാണ്. ബഫല്ലോ മാത്രമല്ല, നമുക്ക് പോർക്കും അതുപോലെ ആടും. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഷീപ്പ്, അത് സാധനമാണ് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ പൊതുവേ പുറത്ത് പോകും. പക്ഷേ നമുക്ക് നാടൻ ആട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഞാൻ ലൊക്കേഷനൊക്കെ താഴ്ത്തിടാം. അത് മാത്രമല്ല എല്ലാ ഇന്ത്യൻ ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ കിട്ടും കേട്ടോ. ഇന്ത്യക്കാർ ഫേമസ് ആക്കിയ കടയാണെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ അരി അടക്കം നല്ല അരി, മട്ട അരി കിടക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ
എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. നമ്മൾ ഇന്ത്യക്കാരാണ് ഇവിടെ കൂടുതൽ, മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഒരു ഏരിയകളിൽ മലയാളികൾ വരാറുണ്ട് ഈ മൈലുകൾ ട്രാവൽ ചെയ്ത്. നിങ്ങൾ വിചാരിക്കും ഒരു പോത്ത് മേടിക്കാൻ വേണ്ടി ഇത്ര ട്രാവൽ ചെയ്യണമെന്ന്. പക്ഷേ നമുക്ക് കിട്ടുന്നത് പോത്തല്ല അവിടെയൊന്നും കിട്ടുന്നത്. നിങ്ങൾ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ പോത്ത് അല്ല, ശരിക്കും പറഞ്ഞാൽ ബഫല്ലോ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ബഫല്ലോ വേണമെങ്കിൽ ഇവിടെ വരണം. ഓക്കെ, ഇങ്ങോട്ട് വരാം, ലൊക്കേഷൻ ഇടാം. എനിക്ക് 1 കിലോ ബീഫ് കിട്ടും. 1 കിലോ പോർക്ക് വിത്ത് മറ്റേ സ്കിന്ന് കിട്ടും. വിത്തോട്ട സ്കിന്നോ എന്ത് വേണമെങ്കിൽ കിട്ടും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഈ മുറിക്കുന്നതും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഓണർ തന്നെയാണ് കേട്ടോ, ഈ മാംസം മുറിക്കുന്നത്. ഒരു കാര്യം നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചോദിച്ചത് അത് മാത്രമാണ് തരുന്നത്. അതായത് വേസ്റ്റോ കാര്യങ്ങളോ അതിനകത്ത് ഒന്നും ആഡ് ചെയ്യില്ല. അത് പ്രോപ്പറായിട്ട് നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കൂടുതൽ ഇവിടെ ഏഷ്യൻസ് ഇല്ലെങ്കിൽ ഇന്ത്യക്കാരാണ് കൂടുതൽ വന്ന് ഇതൊക്കെ മേടിക്കാറുള്ളത് കേട്ടോ. നമുക്ക് എല്ലാം ഇന്ത്യൻ ഐറ്റംസും ഈ ഒരു ഫാം ഹൗസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഇവിടെ ഒരുപാട് മലയാളികളുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ തന്നെ ഒരു പ്രതിഫലനമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ KF ബീറടക്കം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല ഫ്രോസൺ ആയിട്ടുള്ള മത്തി അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ലഭ്യമാണ്. വളരെ നീറ്റായിട്ട് നല്ല രീതിയിൽ ഇതേപോലെയൊക്കെ നമ്മുടെ നാട്ടിലും ചെയ്യുവാണെങ്കിൽ, എനിക്ക് അറിഞ്ഞുകൂടാ എത്രത്തോളം പോസിബിൾ ആണെന്ന്, അതിനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ചെയ്യുവാണെങ്കിൽ വളരെ നല്ലൊരു സംഭവമായിരിക്കും കേട്ടോ. നിങ്ങൾക്കിവിടെ കാണാം മട്ടയരിയും അതേപോലെ തന്നെ മറ്റ് നമ്മുടെ നാട്ടിലെ സ്വീറ്റ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നത് കാണാം കേട്ടോ. നിങ്ങൾക്ക് നോക്കാം, ഈ ഷെൽഫിലിരിക്കുന്ന നമ്മുടെ എള്ള് പരിപ്പി, അതേപോലെ തന്നെ എള്ളുണ്ട, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. അത് പിന്നെയും കുഴപ്പമില്ല, അത് പിന്നെയും കിട്ടും. പക്ഷെ ഇത് കിട്ടൂല, കിങ് ഫിഷർ ഇവിടെ കിട്ടൂല. ഫേവറേറ്റ് KF മിസ് യു KF 270 കേട്ടോ, 270 രൂപ. അതിലൊരു കമൻ്റ് ഉണ്ട്, ഞങ്ങൾ നാട്ടിൽ ഇങ്ങനെ ചക്കയൊക്കെ തിന്ന് കൊതിയെടുക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് ഇങ്ങനത്തെ 2 ബോട്ടിൽ മേടിക്കും, തോരൻ വയ്ക്കും പച്ചച്ചക്ക. എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ, എല്ലാ സാധനങ്ങളും ഉണ്ട്. മലയാളികളുടെ ചാകരയായിരിക്കും തോന്നുന്നു ഇവിടെ, എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ കിങ് ഫിഷർ അടക്കം ഇവിടെ ഇരിക്കുന്നു. കിങ് ഫിഷറിൻ്റെ ഒരു കേസ് ഇതേ ഇരിക്കുന്നു, 2 കേസ് കിങ് ഫിഷർ കൊണ്ട് ഇവിടുത്തെ പരിപാടികൾ തീർത്ത് പോകുന്ന വഴിക്ക് നമുക്കൊരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. എന്തായാലും നമ്മുടെ നാട്ടിലെ വെള്ളച്ചാട്ടം പോലെയൊന്നും കാണരുത്, ഇവിടെ കൊച്ചു വെള്ളച്ചാട്ടങ്ങളേ ഉള്ളൂ. സോ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അത് കാണാനാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് കാണാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി മീറ്റ് മേടിക്കാൻ വന്നായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടർഫാൾ ഉണ്ട് കേട്ടോ. യോർക്ക്ഷയറാണ് സ്ഥലം. ഒരു വാട്ടർഫാൾ, ചെറിയൊരു വാട്ടർഫാളാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പുറകിൽ സ്ഥലമല്ലേ, വെയിൽ ഭയങ്കരമായിട്ട് കൂടുതലാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വെയിൽ കൂടുതലാണ്. എന്നാലും നമുക്ക് നൈസ് പ്ലേസ്, സോ നൈസ് അടിപൊളി പ്ലേസ് ആട്ടോ. നമ്മളൊരു വാട്ടർഫാൾ ഇവിടെ ഉണ്ട്, ആ വാട്ടർഫാൾ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ട്സുമായിട്ട് ചെറിയൊരു ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മീറ്റ് മേടിക്കാൻ, മീറ്റ് മാത്രമല്ല ഫാം ഹൗസ് സന്ദർശനമാണ് നമ്മുടെ മെയിൻ. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ, പൊളിയായിട്ടില്ലേ, പൊളി വൈബ്. സോ നമ്മൾ വാട്ടർഫാളിലോട്ട് പോവാണ്. ചെറിയ പടവുകൾ കയറി ഇറങ്ങിയിരിക്കണം പോണെങ്കിൽ. ഒരു രക്ഷയില്ല എൻ്റെ പൊന്നും മച്ചാനെ, സാധനം പൊളി കേട്ടോ. വെള്ളച്ചാട്ടം ഉണ്ടോ ഇല്ലേന്നല്ല, പക്ഷേ നൈസായിട്ടുണ്ട്. പൊളി. എന്തായാലും ചാലാണെങ്കിലും പുഴയാണെങ്കിലും ഒരു വൈബായിട്ട്. നമുക്ക് അകത്ത് കയറാം കേട്ടോ. അകത്ത് കയറിയിട്ട് എന്താണ് സെറ്റപ്പ് നോക്കാം. കൊച്ചരുവിയാണെങ്കിലും നമുക്ക് ഇതിവിടെ വലിയൊരു അരുവി തന്നെയാണ്. നല്ലൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി മടങ്ങി ഞങ്ങൾ.